فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ ദീനീ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകൾ പഠിക്കുന്ന, അസ്മാഉൽ ഹുസ്നകൾ പഠിക്കുന്ന മഹത്തായ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്നകളിൽ നിന്നുള്ള ചില നാമങ്ങൾ കഴിഞ്ഞ ദർസുകളിൽ നമുക്ക് പഠിക്കുവാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഏറ്റവും മഹത്തരമായ ഈ ദർസിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അൽ മുഫ്തി എന്ന നാമവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അൽ മുഫ്തി എന്ന് പറഞ്ഞാൽ ഫത്വ കൊടുക്കുന്നവൻ, അൽ മുഫ്തി, ഫത്വ എന്നതിൽ നിന്നാണ് അൽ മുഫ്തി. ഫത്വ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒന്നാണ് അല്ലെ. ഫത്വ കൊടുക്കുക, ഫത്വ ചോദിക്കുക, മുഫ്തി എന്നൊക്കെ നമ്മൾ ധാരാളമായി കേൾക്കുന്ന ഒരു പദമാണ്. എന്താണ് ഫത്വ എന്ന് പറഞ്ഞാൽ? ഫത്വ എന്ന് പറഞ്ഞാൽ ഹുക്മിനെ പോലെയല്ല. ഹുക്ം എന്ന് പറഞ്ഞാൽ അത് മാറാത്തതാണ്, സ്ഥിരപ്പെട്ട് കിടക്കുന്നതാണ് ഹുക്മ. നമസ്കാരം, അതിൻ്റെ ഹുക്ം എന്താണ്? വാജിബാണ്, അതൊരിക്കലും മാറൂല. 5 വഖത്ത് നമസ്കാരങ്ങളുടെ ഹുക്മാണ് പറഞ്ഞത്. എന്നാൽ റവാത്തീബ് നമസ്കാരങ്ങളുടെ ഹുക്ം എന്താണ്? അത് സുന്നത്താണ്, അത് മാറൂല. റമളാനിലെ നോമ്പിൻ്റെ ഹുക്ം എന്താണ്? അത് വാജിബാണ്, അതിഞ്ഞ് മാറൂല. അപ്പോൾ ഹുക്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, സ്ഥിരപ്പെട്ട് കിടക്കുന്നതാണ്. എന്നാൽ ഫത്വ എന്ന് പറഞ്ഞാൽ മാറുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഒരു മനുഷ്യനെ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, റസൂലെ, നോമ്പുകാരനായിരിക്കെ എൻ്റെ ഭാര്യയെ എനിക്ക് ചുംബിക്കാൻ പറ്റുമോ? റസൂൽ അയാളോട് പറഞ്ഞു, ചുംബിക്കാം. മറ്റൊരു വ്യക്തി റസൂലിനോട് വന്ന് ഇതേ ചോദ്യം, റസൂലെ, നോമ്പുകാരനായിരിക്കും എനിക്ക് ചുംബിക്കാൻ പറ്റുമോ? റസൂൽ പറഞ്ഞു, പറ്റുകയില്ല. രണ്ടാളുടെയും ചോദ്യം ഒന്നാണ്, രണ്ടാളുടെയും സാഹചര്യവും ഒന്നാണ്. അഥവാ സാഹചര്യം ഉദ്ദേശിച്ചത് രണ്ടാളും നോമ്പുകാരാണ്, എന്നിട്ടും രണ്ടാൾക്കും ലഭിച്ച ഉത്തരം രണ്ടാണ്. ഇതാണ് ഫത്വ. എന്നാൽ ഹുക്കുമാണെങ്കിലോ, ഒരാൾ നോമ്പ്, റമളാനിലെ നോമ്പ് നിർബന്ധമാണോ ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? നിർബന്ധമാണെന്ന് പറയും. അത് മാറുകയില്ല അല്ലെ. അതിൻ്റെ ഷർത്തുകളും റുക്നുകളും എല്ലാം യോജിച്ചു വരികയാണ് എങ്കിൽ അതൊരിക്കലും അതിൻ്റെ ഹുക്കുമ മാറുകയില്ല. ഫത്വ എന്ന് പറഞ്ഞാൽ നാടിനനുസരിച്ച്, ആൾക്കനുസരിച്ച്, കാലത്തിനനുസരിച്ച് എല്ലാം മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഇന്ത്യയിലുള്ള ഒരാൾക്ക് 10 കൊല്ലം മുമ്പ് ലഭിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാവുകയില്ല അതേ ചോദ്യം ഇന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ലഭിക്കുന്നത്. ഇന്ത്യയിലുള്ള ആൾ ചോദിച്ച അതേ ചോദ്യം തന്നെ അമേരിക്കയിലുള്ള ആൾ ചോദിച്ചു, പക്ഷേ രണ്ടാൾക്കും ലഭിച്ച ഉത്തരം രണ്ടായിരിക്കും. വൃദ്ധനായ ഒരു മനുഷ്യൻ ചോദിച്ച ചോദ്യം തന്നെ യുവാവ് ചോദിക്കുന്നത്, പക്ഷേ രണ്ടാൾക്കുമുള്ള ഉത്തരം രണ്ടായിരിക്കും. അപ്പം നാടിനനുസരിച്ച്, കാലത്തിനനുസരിച്ച്, ആൾക്കനുസരിച്ചെല്ലാം ഫത്വയിൽ മാറ്റം വരും. ഫത്വ വളരെ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ് ഫത്വ കൊടുക്കുക എന്നുള്ളത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു ഒരു ഗ്രന്ഥമുണ്ട്, ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ അർ-റബ്ബിൽ ആലമീൻ, അല്ലെങ്കിൽ അഅ്ലാമുൽ, 2 രൂപത്തിലും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഉണ്ട്. പ്രസിദ്ധമായത് ഇഅ്ലാം എന്നാണ്. ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ അൻ റബ്ബിൽ ആലമീൻ എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ഇഅ്ലാം, അറിയിക്കൽ, അൽ മുവഖ്ഖിഈൻ ഒപ്പിടുന്നവർ, തൗഖീഅ ഒപ്പ്, മുവഖ്ഖിഈൻ ഒപ്പിടുന്നവരുടെ അറിയിക്കൽ. ആരെ തൊട്ട്? ആർക്ക് വേണ്ടി? അൻ റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനെ തൊട്ട്. അപ്പം അള്ളാഹുവിനെ തൊട്ട്, അള്ളാഹുവിൻ്റെ പേരിൽ ഒപ്പിടുന്നവർ, അവരുടെ അറിയിപ്പ്. അപ്പോൾ ഫത്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി ഒപ്പിടലാണെന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. ആ ഗ്രന്ഥത്തിൽ മുഫ്തിമാരുടെ ആദാബുകൾ, അതിൻ്റെ കാര്യങ്ങളും എല്ലാമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി ഒപ്പിടലെന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല, അതും അവൻ്റെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ നമ്മൾ നൽകുന്നത് അല്ലേ. അപ്പോൾ അത് നൽകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഒപ്പിടുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ എത്ര ഗൗരവമുണ്ട്, വളരെ ഗൗരവമുള്ള വിഷയമാണ് ഫത്വ കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ഇബ്നു മുലൈക്ക് റഹ്മഹുല്ല അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് കാണാം, ഞാൻ ഒരുപാട് സ്വഹാബത്തിനെ കണ്ടിട്ടുണ്ട്.
അവരുടെ പ്രത്യേകത എന്താണ്? ഒരാളോട് പോയിട്ടൊരു ഫത്വ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ അടുത്ത ആളിലേക്ക് ചൂണ്ടുന്നതാണ്. എന്നേക്കാൾ യോഗ്യൻ ഇവനാണ്, അവനോട് ചോദിച്ചോ എന്ന രൂപത്തിൽ അവരവരുടെ തടിയിൽ നിന്നത് കഴിച്ചിലാക്കും. എന്നാൽ അടുത്ത ആളോട് പോയി ചോദിച്ചാൽ അയാൾ അടുത്ത ആളിലേക്ക് ചൂണ്ടും, അയാൾ അടുത്ത ആളിലേക്ക് ചൂണ്ടും. അങ്ങനെ ഇവർ വിരൽ ചൂണ്ടി 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 ആദ്യം ആരോടാണ് ചോദിച്ചത് അയാളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതാണ്. അത്രയും സൂക്ഷ്മത സലഫുകൾ പാലിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അടുത്തേക്ക് ഒരുപാട് ദൂരത്തു നിന്ന് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ അയാളുടെ നാട്ടുകാർ ഒരുപാട് ദൂരത്ത് നിന്നുകൊണ്ട് അയാൾ വരികയാണ് മാലിക് റഹ്മത്തുള്ളാഹിയുടെ അടുത്തേക്ക്, മദീനയിലേക്ക്. അപ്പോൾ അയാളുടെ ആ ആഗതൻ്റെ നാട്ടിലെ ആളുകൾ ഒരുപാട് ചോദ്യങ്ങൾ, 40ഓളം ചോദ്യങ്ങൾ അയാളുടെ അടുക്കൽ കൊടുത്തയച്ചിട്ടുണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ചോദിക്കാൻ വേണ്ടി. അങ്ങനെ ഈ ആഗതൻ മാലിക് റഹ്മത്തുള്ളാഹിയുടെ അടുത്തേക്ക് എത്തി. മാലിക് റഹ്മത്തുള്ളാഹിയോട് ചോദ്യങ്ങൾ ചോദിച്ചു, 40 ചോദ്യങ്ങൾ. പക്ഷേ മാലിക് റഹ്മത്തുള്ളാഹി ഉത്തരം പറഞ്ഞതാകെ 3, 4, 5 ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകിയത്. ബാക്കിയുള്ളതിനെല്ലാം ലാതിരി എനിക്കറിയുകയില്ല എന്ന രൂപത്തിലാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഉത്തരം പറഞ്ഞത്. പറയുമ്പോൾ അറിയപ്പെട്ട പണ്ഡിതൻ, ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹിഫ്ളാക്കിയ പണ്ഡിതൻ, മുവത്വയുടെ രചയിതാവായ പണ്ഡിതൻ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയുടെ ഉസ്താദായ പണ്ഡിതൻ മാലിക് റഹ്മത്തുള്ളാഹി, അറിയപ്പെട്ട മുഹദ്ദിസ്. പക്ഷേ അദ്ദേഹം ആകെ 4-5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു, ബാക്കി ലാതിരി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആഗതൻ ചോദിക്കുകയാണ്, ഇമാം മാലിക്, ഞാൻ ഒരുപാട് ദൂരത്തു നിന്നാണ് വരുന്നത്, എൻ്റെ നാട്ടുകാർ എൻ്റെ അടുക്കൽ തന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഇനി ഞാൻ എൻ്റെ നാട്ടുകാരോട് എന്ത് പോയി പറയും? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാണ്, താങ്കൾ അവിടെ ചെന്ന് പറയണം ഇമാം മാലിക് പറഞ്ഞു, ഇമാം മാലിക്കിന് അറിയുകയില്ല, അതിപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ അവരെല്ലാം വളരെ ഗൗരവത്തോടു കൂടി, വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കണ്ടിരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് കാണാം, മുഫ്തി ഫത്വ ചോദിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം ഫത്വ നൽകുന്നത് അവൻ മജ്നൂനാണ് എന്ന് പറയുന്നത് കാണാം. ചോദിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം ഫത്വ നൽകുന്നവൻ മജ്നൂനാണ്, ഭ്രാന്തനാണ് എന്നൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഫത്വ, അതിൽ നിന്നാണ് അൽ മുഫ്തി എന്ന പേരുണ്ടാകുന്നത്, ഫത്വ കൊടുക്കുന്നവൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിശേഷണമാണ്, നമ്മൾ അതിലേക്ക് പറയാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു ആമുഖമായിക്കൊണ്ട് ഫത്വയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിശേഷണമാണ്, ഒരു പ്രത്യേകതയാണ്, ഒരു സിഫത്താണ് അല്ലാഹു മുഫ്തിയാണ്, ഫത്വ നൽകുന്നവനാണ് എന്നുള്ളത്. എന്നാൽ അല്ലാഹുവിൻ്റെ ഇസ്മാണോ, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒന്നാണോ അൽ മുഫ്തി എന്നത്, അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. അല്ലാഹു അലം കൂടുതൽ ശരിയായ പ്രബലമായ അഭിപ്രായമായി നമുക്ക് മനസ്സിലാകുന്നത് അൽ മുഫ്തി എന്നത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതല്ല. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിൻ്റെ നാമമല്ല അൽ മുഫ്തി എന്നുള്ളത്. അതൊരു വിശേഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രത്യേകതയാണ് അവൻ ഫത്വ നൽകുന്നവനാണ് എന്നത്. പരിശുദ്ധ ഖുർആനിൽ 2 തവണ അള്ളാഹു ഫത്വ നൽകുന്നു എന്ന് പറഞ്ഞ് അള്ളാഹു പറഞ്ഞത് കാണാം. ഒന്ന്, അള്ളാഹു പറയുന്നു യസ്തഫ്തൂനക്, റസൂൽ അവർ താങ്കളോട് ഫത്വ ചോദിക്കുന്നു. ഖുൽ, അവരോട് പറ, അല്ലാഹു യുഫ്തീകും ഫിൽ കലാല, കലാലത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ഫത്വ നൽകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്തു നിസാഇൻ്റെ അവസാന ഭാഗത്തിൽ. അതുപോലെ മറ്റൊരായത്തിൽ അള്ളാഹു ഇതുപോലെ പറയുന്നു, വയസ്തഫ്തൂനക ഫിൻ നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ അവർ താങ്കളോട് ഫത്വ ചോദിക്കുന്നു, അവരോട് പറ, ഖുൽ, അവരോട് പറ, അല്ലാഹു യുഫ്തീകും ഫീഹിന്ന, അവരുടെ വിഷയത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ഫത്വ നൽകുന്നു. അപ്പോൾ അള്ളാഹു ഫത്വ നൽകുന്ന 2 സന്ദർഭങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം. അപ്പോൾ അള്ളാഹു അൽ മുഫ്തിയാണ്, ഫത്വ നൽകുന്നവനാണ്. അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ അത് അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതല്ല. അതിനർത്ഥം അള്ളാഹു ഫത്വ നൽകുന്നവനല്ല എന്നല്ല. അസ്മാഉൽ ഹുസ്നയിൽ അത് പെടുത്തിയിട്ടില്ല. ഇതിന് അള്ളാഹു ഫത്വ നൽകുന്നവൻ തന്നെയാണ്. അപ്പോൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഫത്വ നൽകുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പേരിൽ ഫത്വ കൊടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം അള്ളാഹുവിൻ്റെ പേരിൽ ഫത്വ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതുപോലെയാണ് നമ്മൾ പറയുന്നത്, അള്ളാഹു ദീനിൽ പഠിപ്പിച്ച കാര്യം പോലെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് കളവായാലോ? അള്ളാഹ് പറയല്ലേ, വമൻ അദ്ലമു മിമ്മൻ കദിബ അലല്ലാഹ്, മിമ്മൻ കദ്ദബ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്നവനേക്കാൾ അക്രമിയായിട്ട് മറ്റാരുണ്ട്? ഇല്ല എന്നാണ്. അവനാണ് ഏറ്റവും വലിയ അക്രമി. അപ്പോൾ വളരെ ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയൽ. അതെന്താണ്? ഫത്വ തെറ്റായി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയണ പോലെയായില്ലേ, അറിയാത്ത വിഷയത്തിൽ പറഞ്ഞാൽ അല്ലേ. അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അവനെക്കുറിച്ച് പഠിക്കുവാനും അവൻ്റെ ദീന് പഠിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ മറ്റൊരു
ഇസ്മ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിൽ ആഴത്തിലുള്ള അവഗാഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.